പ്രജിത നമസ്കാരം. നമസ്കാരം ചേട്ടാ. പ്രജിതയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടോ? ഉണ്ട് ചേട്ടാ. എനിക്കുണ്ട്, പക്ഷെ ഞാൻ ആക്റ്റീവ് അല്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഓൾഡ് ആണല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പുതിയ തലമുറ ഉപയോഗിക്കുന്ന പോലെ ഒന്നും എനിക്കത്. ഞാൻ ആകെ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നത് എൻ്റെ ചില സുഹൃത്തുക്കൾ ചില ഫോട്ടോസ് ഒക്കെ ഇടുന്നത് ജസ്റ്റ് ആ അക്കൗണ്ട് അതുപോലെ എനിക്കത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നെ കളിയാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലേക്ക് വന്നത്, ഈ ഇൻസ്റ്റ എന്ന വിഷയത്തിലേക്ക് വന്നത് ഈ കഴിഞ്ഞ ദിവസം മുഹമ്മദ് നിഷാൽ എന്ന് പറഞ്ഞിട്ട് അല്ലെ, ഒരു ബിരുദൻ. അവനെ ഭയങ്കര മിടുക്കനാണല്ലോ ആള്, ഭയങ്കര മിടുക്കനാ. അവൻ ചില്ലറക്കാരനല്ല. പക്ഷെ ഈ ചില്ലറക്കാരനല്ല എന്ന് പറയുമ്പോഴേ അതിൽ രണ്ട് ഭാഗവും പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഭാഗത്തിനെ മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം, നിരവധി. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റയും ഫേസ്ബുക്കും ആണെങ്കിലും എല്ലാ സാമൂഹിക ഇതൊന്നുമല്ല, ഇതിനപ്പുറമുള്ള എന്തൊക്കെയോ പുതിയ സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ അത് കൃത്യമായിട്ട് നിശ്ചയില്ല. എന്തായാലും ഇതിലെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ പിള്ളേരെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇതിലൂടെ സംഭവിക്കുന്ന എല്ലാ ചതികളും അറിയാമായിരുന്നിട്ടും കൗമാരക്കാർ മുതൽ വീട്ടമ്മമാർ വരെ ഇവന്റെ വലയിൽ വീണു എന്നുള്ളതാണ് ചേട്ടാ. അത് ചില്ലറയൊന്നുമല്ല കേട്ടോ. 250ഓളം പേരെയാണ് ഇവൻ ഉപയോഗിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പൊക്കി, പക്ഷെ എന്നിട്ട് നിർബാധം അവൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഇവന് സപ്പോർട്ട് നിൽക്കുന്ന ആരാന്നറിയാമോ? അവന്റെ ഉമ്മയും സഹോദരിയാണെന്നുള്ളതാണ്. എവിടെ ഈ നാട്? നിലമ്പൂരാണ്. നിലമ്പൂർ എന്നാണ് ഇത്രയേറെ കുട്ടികളെ ഇവൻ വലവീശി പിടിക്കുന്നതും അവരെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ്റെ അറസ്റ്റ് നടന്നതോടുകൂടി പലയിടത്തേക്കും വിളിച്ചിട്ട്, അതായത് ഇതൊക്കെ പുറത്ത് വിടുന്ന പല ചാനലുകളിലേക്കൊക്കെ വിളിച്ചിട്ട് കരയുകയാണ്. അത് ചെറിയ കുട്ടികളൊക്കെ വിളിച്ച് കരയാന്ന് പറയുമ്പോൾ എന്തൊരു വിഷമമുണ്ട് അവർക്ക്. വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ ഇത്തരത്തിലൊരു ഇത് ചതിക്കുഴിയിൽ പെട്ടുപോയി എന്ന്. പക്ഷെ മറ്റാരോട് പറയുന്നതിനേക്കാളും തങ്ങൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീടുകളിൽ തന്നെയാണ് പറയേണ്ടത്. ഇനിയെങ്കിലും വീടുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു അച്ഛനും, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അമ്മമാര് ഈ പെൺകുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിലും ഇതേ വിഷയം സംസാരിച്ചതാണ്, പത്തനംതിട്ടയിലെ ആ പെൺകുട്ടിയുടെ വിഷയത്തിൽ. തീർച്ചയായിട്ടും പറയൂ. അല്ല ചേട്ടാ, അപ്പോൾ ഈ ഉമ്മയും സഹോദരിയും ഇവന്റെ പരാതി പറഞ്ഞിട്ട്, ഈ മുഹമ്മദ് നിഷാന്റെ പരാതി പറഞ്ഞിട്ട് അവർ വിളിക്കുമ്പോൾ, ഈ പെൺകുട്ടികൾ വിളിക്കുമ്പോൾ ഇവനെ എന്താ പറയാ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ പരത്തെറി വിളിക്കുന്ന ഉമ്മയും സഹോദരിയുമാണ്. എങ്ങനെയിരിക്കുന്നു വല്ലാത്തൊരു തരം എന്താ പറയാ, വല്ലാത്തൊരു തരം ട്രോമയിലേക്ക് നമ്മൾ തന്നെ പോയി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവനെയൊക്കെ പറയേണ്ട ഭാഷ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മോശം ഭാഷയുണ്ട്. അതെ. അവന്റെ ഒരു ഓഡിയോ പറ്റിയാൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മളിപ്പോ കേൾപ്പിക്കാം. അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പെണ്ണിന്റെ ആരോഗ്യം നോക്കണം കേട്ടോ. ആയൊക്കെ നല്ല തീറ്റ കൊടുത്തതിന്റെ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും. അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ചേട്ടന് ഞാൻ ഈ വീഡിയോ തന്നല്ലോ. ഈ വീഡിയോ കേട്ടിട്ട് ചേട്ടന് എന്താണ് തോന്നിയത്? അല്ല, ഇവന് പിന്നെ ഈ പറയുന്ന പോലെ പെൺകുട്ടികളെ മയക്കെടുക്കാൻ അവൻ്റെ ആ ഒരു സ്റ്റൈൽ, അവൻ്റെ ഒരു ലാംഗ്വേജ്, അവൻ തേനൊലിക്കുകയാണ്. അവൻ്റെ ആ തേനൊലിപ്പിൽ ഈ പെൺകുട്ടികൾ വീണു എന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾക്ക് ശരിക്കും ആളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ പറ്റിക്കുകയാണ്. അവൻ്റെ സംസാരത്തിൽ അറിയാൻ അവൻ നന്നായിട്ട് അല്ല, അവനെന്തോ ഇൻഫ്ലുവൻസർ ആണ്. ഇപ്പൊ ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസർ ആണ് കേട്ടാ. ഒരുമാതിരി എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടെന്ന് പറയാണ്. അല്ല, അത് അത്രയെങ്കിലും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് അത്രയ്ക്ക് ഈ പറയുന്ന പോലെ ഇവനെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ പെൺകുട്ടികൾക്കാണോ വീട്ടമ്മമാർക്കാണോ ഇവനാണോ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തണത് എനിക്ക് മനസ്സിലാവും. അല്ല, ഇതിനകത്ത് ഈ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഞാനൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമൊക്കെ എനിക്കങ്ങനെ നമ്മുടെയൊക്കെ തലമുറയ്ക്കൊന്നും ഒരു ഇൻഫ്ലുവൻസർ ആവശ്യം ഉണ്ടായിരുന്നില്ല.
ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരെയെന്ന് അറിയോ? നമ്മുടെ അച്ഛൻ്റെ നിന്ന്, നമ്മുടെ അമ്മയുടെ നിന്ന്, നമ്മുടെ സമൂഹത്തിലെ നല്ല നല്ല വ്യക്തികളിൽ നിന്ന്. നമ്മുടെ സമൂഹത്തിലെ നല്ല നല്ല വ്യക്തികളിൽ നിന്നാണ് നമ്മൾ ചില നല്ല അംശങ്ങൾ അവരാണ് പ്രചോദനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്താണ് പ്രശ്നമെന്നറിയോ ചേട്ടന്? ഇതിനോട് പറഞ്ഞതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അറിയാം. നമ്മളിത് പണ്ട് ചേട്ടന് ആ ഒരു ടൈമില്, ആ ഒരു ടൈം പീരീഡില് ഇവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടാണ്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഞാൻ നല്ല മികച്ച താരമാണ്, എന്നെ നോക്കി പഠിക്കൂ എന്നുള്ള രീതിയിൽ സ്വയം പ്രസന്റ് ചെയ്യാൻ പറ്റാണ്. ഈ ഒരു പ്രസന്റേഷൻ മാത്രമാണ് ഈ എന്താ പറയുക കണ്ണു മൂടിക്കെട്ടിയ യുവതലമുറയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇവരുടെ ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ മൂക്കും കുത്തി വീഴുകയാണ്. സത്യത്തിൽ എനിക്ക് അവിടെ സത്യത്തിൽ ചേട്ടൻ ആലോചിച്ചു എത്രയേറെ ഇത്തരത്തിലുള്ള കേസുകൾ നിരന്തരം നമ്മൾ പത്രത്തിലൂടെയും ടിവിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വന്നിട്ട് ഒരു കാരണവുമില്ലാന്നല്ല, വീട്ടിൽ സമാധാനം കിട്ടിയില്ല, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഭർത്താവിൽ നിന്ന് കെയർ കിട്ടിയില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് അത്രയും വീട്ടുകാർ ഉറപ്പിച്ച ഒരു വിവാഹത്തിൽ ഒരു പങ്കാളിയിൽ നിന്ന് ഈ ഒരു സംഭവം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയിട്ട് കുറച്ച് തേനും പഞ്ചസാര ഒലിപ്പിക്കുന്ന ഒരുത്തന്റെ പുറകെ പോവുകയാണോ ചെയ്യുന്നത്? യോജിപ്പുണ്ട് കേട്ടോ. അതിനകത്ത് ഇത് വേറൊന്നും കൊണ്ടല്ല. ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് എല്ലാ മനുഷ്യരും പോയി. അതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാനാണ് എല്ലാം, എന്നിൽ കണ്ടു പഠിക്കുമോ എന്നൊക്കെ. അപ്പം നമ്മളിലേക്ക് എത്ര ഒതുങ്ങുന്നോ അത്രത്തോളം നമ്മൾ ചെറുതാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ ലോകത്ത് നോക്കിക്കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യ വന്നതൊക്കെ പറയുന്നില്ലേ, അതിന് ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ പശ്ചാത്തലമാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. കാര്യം ആർക്കും ഇപ്പം സ്വന്തം ഭാര്യയോട് പോലും സംസാരിക്കാൻ സമയമില്ലാത്ത എത്രയോ ഭർത്താക്കന്മാർ ഈ ലോകത്തുണ്ട്. തിരിച്ചുകൊണ്ട് ഭർത്താവിനോട് സംസാരിക്കാൻ പോലും ഭാര്യയ്ക്ക് സമയമില്ല. അവർക്ക് പിന്നെ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ നേരമില്ല. അതിൻ്റെ വിഷയം വേറൊന്നുമല്ല. പണ്ടൊക്കെ നമ്മൾ കൂട്ടുകുടുംബങ്ങളിലൊക്കെ കഴിഞ്ഞിരുന്നവരാണ്. ന്യൂക്ലിയർ ഫാമിലിയായി എന്ന് മാറിയോ? ഞാനും അങ്ങനെയായി. ഞാൻ എൻ്റെ കുടുംബം എന്ന് പണ്ട് പറയുമായിരുന്നു. ഇപ്പം ഞാനും മാത്രമായി. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് എന്ന് മാറിയോ? കാര്യം നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയം ഉണ്ടായി, എനിക്ക് എൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിക്കാം. എനിക്ക് ആരെങ്കിലും വേണ്ടേ സംസാരിക്കാൻ? അതിന് ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറിയല്ലേ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറി. അല്ലാതെ ഈ പറയുന്ന എല്ലാവരും മോശക്കാരാണ്, എല്ലാവരും തനിക്ക് ഇഷ്ടപ്പെടാത്തവരാണ് എന്ന രീതിയിൽ പോയാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെങ്ങനെ ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കും? അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഈ ഭാര്യമാര് 35 വയസ്സായ പെണ്ണുങ്ങൾ, 40 വയസ്സായ സ്ത്രീകൾ, അല്ലെങ്കിൽ പോട്ടെ ഈ പെൺകുട്ടികളൊക്കെ, അവർക്ക് സ്നേഹം കിട്ടാൻ ഒരിടമില്ല. ഒരു ആങ്ങളയുള്ള വീട്ടില് ആങ്ങള നേരെ ചൊവ്വെ പെങ്ങളയോട്, പണ്ടൊക്കെ എനിക്ക് പെങ്ങന്മാരില്ല, പക്ഷെ എനിക്ക് വല്യച്ഛൻ്റെയും ബാക്കിയൊക്കെ ഉള്ള പെൺകുട്ടികൾ എൻ്റെ പെങ്ങന്മാരായിട്ട് ഉള്ളവരുണ്ട്. ചിലപ്പോൾ ഞങ്ങളൊരു കുടുംബ സദസ്സിൽ കാണുമ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് നമ്മൾ തമാശ ചോദിക്കും, എടാ നീ എന്താ ഇങ്ങനെ, നിൻ്റെ ഈ സ്റ്റൈൽ നീ ആരെയുടെ അനുകരിക്കണേ? ഇതൊക്കെ ഒരു തമാശയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും, എടി എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എടി ഇങ്ങനെയാണ്. അപ്പോൾ അവൾ ആദ്യം തമാശയ്ക്ക് ഇങ്ങനെ കളഞ്ഞിട്ട് പിന്നെ പറയും, അത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ പോരാണ്, നീ എന്തിനാ ഇങ്ങനെ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെയൊക്കെ കൗമാരകാലത്തൊക്കെ പ്രണയമൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പ്രണയം ഉണ്ടാകും, നമ്മൾ ആരെങ്കിലുമൊക്കെ നോക്കിയെന്ന് വരും, അവർ തിരിച്ച് ഇങ്ങോട്ട്. അപ്പോൾ അതിങ്ങനെ ഏത് വിഷയമായിരുന്നാലും അത് നമുക്ക് സംസാരിക്കാൻ ഒരു വ്യക്തി വേണം. നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാൻ. പക്ഷേ ഈ വ്യക്തി വേണം എന്ന് പറയുമ്പോൾ അത് അല്ലാതെ ഈ കണ്ണിക്കണ്ടവന്റെ അടുത്ത് പോയി പറയണമെന്നല്ല, അവിടെയാണ് തെറ്റ് വരുന്നത്. ഈ ആളുകളെ മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മൾ പറയുന്നില്ല, ഈ സോഷ്യൽ മീഡിയ വഴിയാണ്, എല്ലാവരും പറയും സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രൂക്ഷമായി വരാൻ തുടങ്ങിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ അതിനോട് യോജിക്കാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല വശങ്ങളുണ്ട്. പക്ഷെ നമ്മള് അതിൽ നല്ലത് തിരഞ്ഞെടുക്കണം. ഇപ്പം ഇൻസ്റ്റാഗ്രാമില് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സംഗതിയോട് ചില വിഷയങ്ങളൊക്കെ ഇച്ചിരി ഓവറാണ്, വളരെ ഓവറാണ്. അതായത് പണ്ട് തമാശയ്ക്ക് പറയും, അതായത് പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ പറയും. പിന്നെ അങ്ങ് പ്രണയിച്ചു കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ചെക്കൻ പിന്നെ അവൻ്റെ മേൽവസ്ത്രം ഷർട്ട് കൂടുമ്പോഴായിരിക്കും അവൻ്റെ പുറകിൽ നല്ല ഒന്നാന്തരം പറ്റലായിരിക്കും, നല്ല ഒന്നാന്തരം എന്തെങ്കിലും പാടായിരിക്കും. നോക്കുമ്പോഴത്തേക്കും അവൾ അതുവരെയുള്ള പ്രണയം എല്ലാം താടക്കണം, തീർന്നു. ഇത്രയേ ഉള്ളൂ. അതായത്
പുറംപോച്ചയിൽ അഭിമതരായി വീണ് പല പെൺകുട്ടികളും ചതിയിൽ വീഴുന്നുണ്ട്. പല പെൺകുട്ടികളെ ചതിയിൽ വീഴുന്നതിന്റെ കാരണം വീട്ടുകാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. വീട്ടിലെ അച്ഛൻ മാത്രമല്ല, ഈ മക്കൾ ഏതെങ്കിലും ഒരു തരത്തിൽ മോനായാലും ഇപ്പൊ ഇവനെ ഷാരോന്റെ കാര്യം എടുത്ത് നോക്കിയേ. ഷാരോന്റെ വിധി ഇന്നിപ്പോ വരിക, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഷാരോന്റെ കേസിൽ ആ കുട്ടി പയ്യനെ ഇന്നിപ്പം വിധി ഇപ്പൊ വരുമായിരിക്കും. ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് പഠിക്കണം. അപ്പൊ ഈ കുഞ്ഞു പയ്യന് ഭാവിയില്ലേ, ഈ മരണപ്പെട്ടു പോയ ഓർത്തില്ലേ? അപ്പോ ഇതിനകത്ത് ഒന്നും വേണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറയാം എനിക്ക് ഇതിന്ന് ഒഴിവാകണം, അവനെ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ അന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞു. കാര്യം ഏത് വിഷയത്തിനും ഇപ്പൊ പറയുന്ന ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിപ്പോ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ പയ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട കാര്യം എന്തുണ്ടായിരുന്നു? അത് ആ വിഷയം വേറെയാണ്. എന്നാലും നമ്മൾ ഇതിലേക്ക് തിരിച്ചു വീണ്ടും ഇപ്പോഴും വരുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇവന്റെ വീട്ടുകാരെ ചാട്ടവാറിനടിക്കണമെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഈ പറയുന്ന നിലമ്പൂരുകാരനായ ഈ പയ്യന് എത്ര വയസ്സാണ്? 24 വയസ്സോ? ഈ എത്ര വയസ്സായിരുന്നാലും നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഒരു വീട് ഇപ്പൊ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെ? ആദ്യം ഒരു വ്യക്തി, അവന്റെ കുടുംബം, ആ കുടുംബം, അതേപോലെ അനേകം കുടുംബങ്ങൾ അടങ്ങിയതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. ഈ സമൂഹത്തിൽ ഈ കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കുടുംബത്തിൽ അച്ഛൻ, അമ്മ അവരടങ്ങുന്ന, അവൻ വളരുന്ന ചുറ്റുപാട്, അവൻ കാണുന്നത്, അവൻ കേൾക്കുന്നത് ആണ് അവനെ മോൾഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളും അവൻ്റെ അമ്മയും അത് പറഞ്ഞെങ്കിൽ അവൻ കണ്ടു വളർന്ന സാഹചര്യങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ഇതൊന്നും മാത്രമേ ഉള്ളൂ. ഇതെന്താ മൃഗങ്ങളാ? അല്ല, മാത്രമല്ല ഇതിൽ കൂടി അവൻ പൈസ സമ്പാദിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി അവളോട് ചോദിക്കുന്നുണ്ടോ 1.5 ലക്ഷം രൂപ ഇവൻ ചോദിക്കുന്നത്. 1.5 ലക്ഷം രൂപ ഇവൻ ചോദിക്കുമ്പോ അവള് വിചാരിച്ചിരുന്നത് പലിശക്കാണെങ്കിലും എടുത്തു കൊടുക്കാമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ട്രസ്റ്റിന്റെ പുറത്ത് പലിശയ്ക്ക് പൈസ എടുത്ത് ഇവൾ കൊടുത്തിരുന്നെങ്കിൽ, അത് ഇവൻ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ്. ഈ അറസ്റ്റിലാവാൻ കാരണം വിദേശത്തുള്ള ഒരു ഡോക്ടറെ ഇവൻ ചാക്കിലാക്കിയ ശേഷം 5 ലക്ഷം രൂപയാണ് ഇവൻ ചോദിച്ചിട്ടുള്ളത്. ഈ 5 ലക്ഷം രൂപ ചോദിച്ച് അതിനുശേഷം ഡോക്ടർ ഇവനെ പറ്റിയിട്ട് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി, അങ്ങനെ പരാതി വരുന്നു. അങ്ങനെയാണ് ഇവനെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ താമരശ്ശേരി പോലീസ് ഉണ്ടാക്കുന്നതും, താമരശ്ശേരിയിലെ ഒരു ലോഡ്ജിൽ വെച്ച് അവിടേക്ക് ഈ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് ട്രാപ്പ് ഉണ്ടാക്കി വിളിച്ചു വരുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നേരെ ചൊവ്വയല്ലാതെ പണം ഉണ്ടാക്കി 1.5 ലക്ഷം രൂപ ഒരു പെൺകുട്ടിയിൽ നിന്ന് മറ്റൊരു 250 പെൺകുട്ടിയിൽ നിന്നായിട്ട് ഇത്രയേറെ പണങ്ങൾ സ്വരൂപിച്ച ഒരു മകനുണ്ടെങ്കിൽ അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാം. പണം ഉണ്ടാക്കിയാൽ മതി. ഇതിനേക്കാൾ അവർ വേറെ വല്ല പണിക്ക് പോകണതാണ് നല്ലത്. സത്യം. അതല്ലാണ്ട് മറ്റൊന്നും അതിൽ പറയാം. നമുക്ക് വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. നമുക്കും ഉള്ളിലൊരു ആത്മരോഷമുണ്ട്, നമുക്കും കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് സഹോദരന്മാരുണ്ട്. അതെ, നമുക്ക് സഹോദരന്മാരുണ്ട്, നമ്മുടെ കൊളീഗ്സ് ഉണ്ട്. അവരൊക്കെ ആർക്കും ഇത്തരത്തിലുള്ള ഒരു ചതി ഒന്നും പറ്റരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. എന്തായാലും അവന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നവർക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. അതായത് ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ സമൂഹത്തിൽ ഇത്തരത്തിൽ വ്യക്തികൾ ഉണ്ടായതിൻ്റെ കാരണം നമ്മുടെ സമൂഹത്തിന് വന്നിരിക്കുന്ന മൂല്യച്യുതിയാണ്. എന്നുവെച്ചാൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ആ 16-കാരി പെൺകുട്ടിയെ 64 ചെറുപ്പക്കാരെന്നൊക്കെ 60 ചെറുപ്പക്കാരെന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അതിൽ വന്നിരിക്കുന്ന 17ഉം 18ഉം 19ഉം വയസ്സുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആ കുട്ടികളുടെ ഭാവി പോയി. ആ അച്ഛനും അമ്മയും ഇനിയിപ്പോൾ പുറത്തിറങ്ങി എങ്ങനെ നടക്കും? അതായത് ഒരു ചെറിയ കാര്യലാഭം വേണ്ടി, ഒരു ചെറിയ അന്നേരത്തെ ഒരു കാര്യലാഭത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഇതിലേക്ക് ചെന്ന് ചാടുന്നതാണ് ഇതെല്ലാം. അതായത് ഇപ്പം നമ്മളിതിൽ സംസാരിച്ചപ്പോൾ തന്നെ വിവാഹിതരായ ഭാര്യമാർക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് തുടങ്ങി ഇവൻ പറയുന്ന ആ വീഡിയോ തന്നെ കണ്ടില്ലേ? അവൻ തിന്നാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇവന് ഈ പ്രായത്തിനിടയ്ക്ക് ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ 28 വയസ്സിലോ എൻ്റെ 29 വയസ്സിലോ ഒന്നും ഇത്രയും പ്രാഗൽഭ്യത്തോടെ ഈ ഒരു കാര്യമൊക്കെ പറയാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വേറെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഒരു കാര്യം എന്ത് ഭംഗിയായിട്ടോ സംസാരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു ഉപമയോട് ചേർത്തിട്ടാണ്. പക്ഷെ ഈ ഉപമ അവൻ എന്തിനോടാണ് ഉപയോഗിക്കുന്നത്, ചേർത്ത് വെക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ചിലർ
അല്പനേരത്തെ ഒരു സന്തോഷത്തിന് മാത്രം പോയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ പലരുടെയും എന്താ പറയാ ഒരു അവസ്ഥ, ഒരു ദുരവസ്ഥയൊക്കെ മുതലാക്കി ഇവൻ ചൂഷണം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇതിനകത്ത് പിന്നെ ദുരവസ്ഥ അവർക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് ഇപ്പൊ ആ ഡോക്ടർക്ക് അത് പിടിക്കാൻ പറ്റിയില്ലേ? എന്തുകൊണ്ട് ഇവർക്ക് തലയ്ക്കകത്ത് ഇത്രയ്ക്ക് മൂളില്ലാത്തവരാണ് ഇവിടുത്തെ പെൺകുട്ടികൾ?